ഇറാനെ ഇന്ന് രാത്രി തന്നെ ഇല്ലാതാക്കും എന്ന കൊലവിളിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിയിട്ടുള്ളത്. ഒരു നാഗരികതയെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കും, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലേക്കാകും എന്നതാണ്. ഇന്ന് രാത്രി അത് സംഭവിച്ചിരിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ഭീഷണി. തൊട്ടു പിന്നാലെയാണ് ഖാർഗ് ദ്വീപ്, ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ സംഭരണ കേന്ദ്രമാണ്, കയറ്റുമതി സംസ്കരണ കേന്ദ്രമാണ്. ആ മേഖലയ്ക്ക് നേരെ ആക്രമണമുണ്ടായി എന്ന വാർത്ത വരുന്നത്. ഒപ്പം റെയിൽവേ, പാലങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അടിസ്ഥാന സൗകര്യ ഉള്ള ആ സ്ഥലങ്ങളൊക്കെ എല്ലാം നശിപ്പിക്കുക, തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്കൊക്കെ അമേരിക്ക കടക്കുന്നു എന്നതാണ്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം വരികയാണ്. ഭരണകൂടത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ഏറ്റവും തീവ്രതയോടെ തന്നെയുള്ള പ്രവർത്തനത്തിലേക്ക് തങ്ങൾ കടക്കുകയാണെന്ന് പറയുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു അന്ത്യശാസനത്തിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ കൊലവിളി നടത്തിയിട്ടുള്ളത്. ആ സമയത്താണ് ഇപ്പോൾ UN ഭാഗത്തു നിന്നൊരു പ്രമേയം, ഇതിന്റെ സുരക്ഷയുടെ കാര്യത്തിലാണ് ഒരു പ്രമേയം, അത് വോട്ടിടുന്ന നടപടികളിലേക്ക് UN കടന്നിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട്. ജലീൽ കണ്ണമംഗലം ജദ്ദയിൽ നിന്ന് ചേരുന്നുണ്ട്. ജലീൽ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണ്, ആ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ഇനി നിലനിൽക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം UAE, സൗദി, അവിടെയൊക്കെ പല തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്ത. സൗദിയിൽ ഡ്രോൺ തകർത്തു, അതിൻ്റെ കണക്കുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഖത്തറിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വരുന്നത് നമ്മളുടെയൊക്കെ നിയന്ത്രണത്തിൽ നിന്ന് എല്ലാം കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, നമ്മൾക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നതെന്ന ഒരാശങ്ക അവർ പ്രകടിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഇതാരെയും വിജയിയാക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ്. ഖത്തറിന്റെ സ്പോക്സ് പേഴ്സൺ പറയുന്ന വാർത്തയൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഒരു ആശങ്കയുടെ സാഹചര്യം ഉണ്ടോ? ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ? വിവരങ്ങൾ. അനുജ, ഒരു ഇടവേളയ്ക്ക് ശേഷം സൗദിക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ. ഇന്ന് ഗൾഫ് മേഖലയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് സൗദിക്ക് നേരെയാണ്. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിൽ ഇന്ന് പുലർച്ചെ മുതൽ വളരെ ഗൗരവകരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം 11 ബാലിസ്റ്റിക് മിസൈലുകളും 22 ഡ്രോണുകളുമാണ് വെറും മണിക്കൂറുകൾക്കുള്ളിൽ സൗദി പ്രതിരോധ സേന തകർത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ചിരിക്കുന്നത് തന്ത്രപ്രധാനമായ ഊർജ്ജ നിലയങ്ങളുടെ പരിസരത്താണ് എന്നതാണ്. ഇതുമൂലം ഉണ്ടായ നാശനഷ്ടങ്ങൾ എത്ര എന്ന് വിലയിരുത്തി വരികയാണ്. ഈ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് നിലവിൽ മുൻഗണന നൽകുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ കിഴക്കൻ പ്രവിശ്യയിലെയും വടക്കൻ അതിർത്തിയിലെയും ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അതോടൊപ്പം സിവിൽ ഡിഫൻസിന്റെയും ഒക്കെ അപായ സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇത് വലിയൊരു ഭീതി ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും സിവിൽ ഡിഫൻസ് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ജനങ്ങളോട് കെട്ടിടങ്ങൾക്കുള്ളിലെ സുരക്ഷിത മുറികളിൽ തന്നെ ഇരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജനാലകൾക്ക് അരികിൽ നിൽക്കരുത്, ടെറസിലോ ബാൽക്കണിയിലോ ഇറങ്ങരുത് എന്നൊക്കെ കർശന നിർദ്ദേശമുണ്ട്. ഈ ആക്രമണ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കരുത് എന്നും അത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ സൗദി അറേബ്യയുടെ സൈനിക കരുത്ത് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സംഘർഷം തുടങ്ങിയത് മുതൽ 900-ലധികം ഡ്രോണുകളും 80-ലേറെ ബാലിസ്റ്റിക് മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. റിയാദ്, കിഴക്കൻ മേഖലകൾ എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കപ്പെടുന്നത്. നിലവിൽ കിഴക്കൻ മേഖലയിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ പറയുമ്പോഴും ഏത് നിമിഷവും മിസൈൽ അലേർട്ടുകൾ വരാനുള്ള സാധ്യത ഉള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രതയിൽ തുടരണമെന്നാണ് സിവിൽ ഡിഫൻസ് നൽകുന്ന സന്ദേശം. അതേസമയം സൗദിക്ക് നേരെ ഇറാന്റെ ആക്രമണം തുടരുന്നതിനിടെ പാകിസ്ഥാൻ തങ്ങളുടെ നിലപാട് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് ആക്രമണങ്ങളെ പാകിസ്ഥാൻ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇതൊരു അനാവശ്യ പ്രകോപനം ആണ് എന്നാണ് പാകിസ്ഥാൻ സൈന്യം വിശേഷിപ്പിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ കരാറിനെ കുറിച്ചുള്ള പരാമർശമാണ്. യുദ്ധം മുറുകുകയാണെങ്കിൽ പാകിസ്ഥാൻ നേരിട്ട് സൗദി അറേബ്യയുടെ പക്ഷത്ത് അണിനിരക്കും എന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അനുജ, അതാണ് ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ജലീൽ കണ്ണമംഗലം നൽകിയിരിക്കുന്നത്. ഇറാനിൽ ആണവാക്രമണം ഉണ്ടാകില്ല എന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്കൊക്കെ സുരക്ഷയൊരുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ UN രക്ഷാസമിതിയിൽ ഒരു പ്രമേയം വോട്ടിനിടുന്നത്. ബഹ്റൈനാണ് ആ പ്രമേയം കൊണ്ടുവന്ന. ആ നടപടിക്രമങ്ങളും മറ്റൊരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് തുറക്കണം എന്ന് അമേരിക്ക പറഞ്ഞ അന്ത്യശാസനം നൽകിയിരുന്നു. ആ സമയപരിധി അവസാനിക്കാനായ സമയത്താണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ കൊലവിളി ഉണ്ടായിരിക്കുന്നത്. ഇറാൻ നാഗരികതയെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് പറയുകയാണ്. ഇന്ന് രാത്രിയോടെ അത് സംഭവിക്കും എന്ന് പറയുകയാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലാകും തകർക്കപ്പെടുക ഇറാൻ എന്ന് പറയുകയാണ്. അത് ഇന്ത്യൻ സമയം രാവിലെ 5:30. അപ്പോൾ ഒരാശങ്കയുടെ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ ആശങ്കയുണ്ട്. തിരിച്ചടിക്കും ശക്തമായി എന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഏതായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് നമ്മൾ വീക്ഷിക്കുകയാണ് സാഗൂതം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.